ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ലെസൺ ആയിട്ടുള്ള ദ കിസ്സിങ് ഹാൻഡിലെ ആക്ടിവിറ്റീസാണ്. ആദ്യത്തെ 5 ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആക്ടിവിറ്റി 6 തൊട്ട് നോക്കാം. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. ചെസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിൻ്റെ ഓഫീസ് സന്ദർശിച്ചു, അതായത് ഓഫീസ് വിസിറ്റ് ചെയ്തു. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. ചെസ്റ്റർ എന്ത് ചെയ്തു? ചുറ്റും നോക്കി. ഹിയർ ഈസ് വാട്ട് ഹി സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ, അതിൽ കാണുന്ന കാര്യങ്ങളാണ് അവൻ ചുറ്റും കണ്ടത്. അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ദ നെയിം ഓഫ് ദ സ്കൂൾ ഈസ് ABC സ്കൂൾ. അത് നമുക്ക് ആ ഒരു പിക്ചറിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ? ദ ഹെഡ് മാസ്റ്റർ ആൻഡ് അതർ ടീച്ചേഴ്സ് ആർ അറ്റ് ദ ഓഫീസ്. ഓഫീസിൽ ആരൊക്കെ ഉണ്ട്? ഹെഡ് മാസ്റ്ററും ബാക്കിയുള്ള ടീച്ചേഴ്സും ഉണ്ട്. ദേ ആർ വെൽ ഡ്രസ്ഡ്. അവരെന്താണ്? നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഉള്ളത്. ദ ഓഫീസ് ഇസ് വെരി നീറ്റ് ആൻഡ് വെൽ അറേഞ്ച്ഡ്. ആ ഒരു ഓഫീസ് എന്താണ്? വളരെ നീറ്റാണ്, നല്ല കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളത്. ദ ഹെഡ് മാസ്റ്റർ ഇസ് സിറ്റിംഗ് ഇൻ എ ചെയർ ആൻഡ് ആൻ അസിസ്റ്റൻറ്റ് ഇസ് സ്റ്റാൻഡിങ് ബിസൈഡ് ഹിം. അപ്പോൾ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ചെയറിൽ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് ഒരു അസിസ്റ്റൻറ്റും നിൽക്കുന്നുണ്ട്. ദേ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ. അവരെന്താണ്? ചെസ്റ്ററിനോടും അവൻ്റെ അമ്മേനോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 2 ടീച്ചേഴ്സ് ആർ സിറ്റിംഗ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഓഫീസ്. 2 ടീച്ചേഴ്സ് ആ ഒരു ഓഫീസിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. 1 ടീച്ചർ ഈസ് റീഡിങ് എ ബുക്ക്. ഒരു ടീച്ചർ എന്താ ചെയ്യുന്നത്? ബുക്ക് വായിക്കുകയാണ് ചെയ്യുന്നത്. എ ക്ലോക്ക് ഓൺ ദ വാൾ, എ മാറ്റ്, എ ഫാൻ, എ ടേബിൾ ആൻഡ് ചെയേഴ്സ് ആർ ഇൻ ദ ഓഫീസ്. ആ ഓഫീസിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഒരു ക്ലോക്ക് ഉണ്ട്, അതെവിടെയാണ്? വാളിന് മുകളിലായിട്ട്, ചുവരിന് മുകളിലായിട്ടാണുള്ളത്. പിന്നെ മാറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ഫാന്, പിന്നെ ടേബിള്, പിന്നെ കുറേ ചെയറും കാണാൻ പറ്റുന്നുണ്ട്. എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ബിസൈഡ് ദ ഡോർ. ആ ഒരു ഡോറിനടുത്തായിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദീസ് ആർ ദ തിങ്സ് ചെസ്റ്റർ സോ ഇൻ ദ ഓഫീസ്. അപ്പോൾ ഇതൊക്കെയാണ് ചെസ്റ്റർ ഓഫീസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. അപ്പോൾ ചെസ്റ്റർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു, എന്നിട്ട് ആദ്യത്തെ ബെഞ്ചിൽ തന്നെ ഇരുന്നു. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. അവൻ്റെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു, എന്നിട്ട് അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതായത് ടീച്ചറിനെ തന്നെ പരിചയപ്പെടുത്തി. ഷീ ആസ്ക്സ് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ്. അപ്പം ടീച്ചർ എന്താണ്? കുട്ടികളോട് ആവശ്യപ്പെടുകയാണ് ഓരോരുത്തരും വന്ന് അവരവരെ പരിചയപ്പെടുത്താനായിട്ട്. ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. അപ്പോൾ ചെസ്റ്റർ എഴുന്നേറ്റ് നിന്നിട്ട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അവനെ പരിചയപ്പെടുത്തുകയാണ്. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് അവൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. നമുക്ക് നോക്കാം. മൈ സെൽഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട്സിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് അവൻ തുടങ്ങുന്നത്. ഐ എം ചെസ്റ്റർ റക്കൂൺ. ഞാൻ ആരാണ്? ചെസ്റ്റർ റക്കൂൺ ആണ്. ഐ എം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത്. മൈ ഫാദർ ഇസ് മിസ്റ്റർ റക്കൂൺ. എൻ്റെ ഫാദറിൻ്റെ പേരെന്താണ്? മിസ്റ്റർ റക്കൂൺ. മൈ മദർ ഇസ് ചെൽസ റക്കൂൺ. എൻ്റെ അമ്മേൻ്റെ പേരെന്താണ്? ചെൽസ റക്കൂൺ. എൻ്റെ അമ്മ ചെൽസ റക്കൂൺ ആണ്. ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ പാരൻസിനെ വളരെയധികം ഇഷ്ടമാണ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് ഇഷ്ടം എന്തൊക്കെയാണ്? റണ്ണിങ്, ഓടാൻ ഇഷ്ടമാണ്. ജമ്പിങ്, ചാടുക അല്ലേ. പിന്നെ പ്ലേയിങ്, കളിക്കാനും ഇഷ്ടമാണ്. ഇതൊക്കെ അവൻ്റെ ഹോബീസാണ് കേട്ടോ പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എന്താണ്? എനിക്കിവിടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെന്ന് അവൻ പറയുകയാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ചെസ്റ്റർ റക്കൂണിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം. യു മേ റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതണം. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം കേട്ടോ. ഐ എം ആദി. എൻ്റെ പേരെന്താണ്? ആദി. നിങ്ങളുടെ പേരാണ് നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് എഴുതേണ്ടത് കേട്ടോ. ഐ എം ഫ്രം കാലിക്കറ്റ്. ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? കാലിക്കറ്റ്, കോഴിക്കോട് അല്ലേ. അപ്പോൾ നിങ്ങൾ എവിടെയാണോ സ്ഥലം അത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. മൈ ഫാദർ ഇസ് എൻ എഞ്ചിനീയർ, ഹിസ് നെയിം ഈസ് ബാലു. അപ്പോൾ എൻ്റെ ഫാദർ ഒരു എഞ്ചിനീയറാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ബാലു എന്നാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാദറിൻ്റെ ജോലി എന്താണോ അത് എഴുതുക, എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ പേരും എഴുതുക. മൈ മദർ ഈസ് എ ടീച്ചർ, ഹർ നെയിം ഈസ് രമ. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്, അമ്മയുടെ പേര് രമ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ അമ്മയുടെ പേരും
പ്രൊഫഷനും അതായത് ജോലിയും എഴുതുക കേട്ടോ. ഐ ലവ് മൈ പാരൻസ്, എനിക്ക് എൻ്റെ പാരൻസിനെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലൈക്ക് റീഡിങ് ബുക്സ്, വാച്ചിങ് ടി വി ആൻഡ് പ്ലേയിങ് ഫുട്ബോൾ. എന്താണ്, എനിക്ക് പുസ്തകം വായിക്കാനും ടി വി കാണാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ഇവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്, നിങ്ങളുടെ ഹോബീസാണ് കേട്ടോ. എന്തുവാം അത് നിങ്ങളുടെ ഹോബീസ് നിങ്ങളിവിടെ എഴുതുക. ഐ വുഡ് ലൈക്ക് ടു മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഇവിടെ പുതിയ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ആക്ടിവിറ്റി 8 നോക്കാം. വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റീച്ച് സ്കൂൾ ദേ ഹാപ്പൻ ടു സീ എ നോട്ടീസ് ബോർഡ്. ലെറ്റ് us റീഡ് ദ നോട്ടീസ്. അപ്പം ചെസ്റ്ററും അവൻ്റെ അമ്മയും കൂടെ സ്കൂളിലെത്തിയ സമയത്ത് അവരൊരു നോട്ടീസ് ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ലെറ്റ് us റീഡ് ദ നോട്ടീസ്. നമുക്ക് ആ ഒരു നോട്ടീസ് വായിക്കാം. ഡൂസ് ആൻഡ് ഡോൺസ്. ഗ്രീൻ കളറിൽ ഡൂസ് കൊടുത്തിട്ടുണ്ടല്ലേ, അതായത് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ തംസപ്പൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡോൺസ് കൊടുത്തിട്ടുണ്ട്. ഡോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഡൂസ് നോക്കാം നമുക്ക്. ഫസ്റ്റ്, അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി. എന്താണ്, റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ദിവസവും ക്ലാസ്സിൽ പോകണം. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. അപ്പം ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കേൾക്കണം, അത് ഫോളോ ചെയ്യണം. കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം. സമയത്ത് അസൈൻമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. സമയത്ത് സ്കൂളിലെത്തണം. കീപ് ദ സ്കൂൾസ് ക്ലീൻ. അപ്പം സ്കൂൾ എന്താണ്, ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം, വൃത്തിയായി സൂക്ഷിക്കണം. ഇനി നമുക്ക് ഡോൺസ് നോക്കാം, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി. അതായത് രാവിലത്തെ അസംബ്ലി കഴിഞ്ഞിട്ടൊക്കെ വരുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അപ്പം എന്താണ്, രാവിലത്തെ അസംബ്ലിയൊക്കെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം സമയത്ത് സ്കൂളിലെത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് എന്ത് ചെയ്യാൻ പാടില്ല, സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. മോശപ്പെട്ട വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, മോശമായ രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. സ്കൂളിൻ്റെ സാധനങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമൈസസ്. സ്കൂളിൻ്റെ പരിസരമൊന്നും ചപ്പുചവറുകളൊക്കെ ഇട്ട് വൃത്തികേടാക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്. നിങ്ങൾ ഇമാജിൻ ചെയ്യാം, നിങ്ങളുടെ ടീച്ചേഴ്സിൽ ഒരാൾ ലീവാണ്. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ ഡൂസിൻ്റെയും ഡോൺസിൻ്റെയും കോളംസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എപ്പോഴാണ് നിങ്ങളുടെ ടീച്ചറിൻ്റെ പ്രസൻസിൽ, അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ്. ഡൂസിൽ എന്താ കൊടുത്തിട്ടുള്ളത്, എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഏർപ്പെടുക. പിന്നെ എന്താണ്, ഡോൺസിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. ബാക്കിയുള്ള ക്ലാസ്സസ് ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ശബ്ദമൊക്കെ ഉണ്ടാക്കി മറ്റുള്ള ക്ലാസ്സസിൽ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, മറ്റുള്ള ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാമായിട്ടിരിക്കുക. ഇനി നമുക്ക് ഡൂസ് എന്നുള്ള കോളത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതാം. റീഡ് ടെക്സ്റ്റ് ബുക്ക് സൈലൻ്റ്ലി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സൈലൻ്റ് ആയിട്ട് വായിക്കാം, അതായത് മനസ്സിൽ വായിക്കാം. ഫോളോ ക്ലാസ് റൂം റൂൾസ് പ്രോപ്പർലി. ക്ലാസ് റൂമിൽ കുറേ റൂൾസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ടീച്ചറില്ലാന്ന് വിചാരിച്ചിട്ട് റൂൾസൊന്നും നിങ്ങൾ പാലിക്കാതിരിക്കരുത്. ഡു യുവർ വർക്ക് വിത്തൗട്ട് ഡിസ്റ്റർബിങ് അതേഴ്സ്. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അതൊക്കെ ചെയ്യാം. സ്റ്റേ സീറ്റഡ് ആൻഡ് ക്വയറ്റ്. നിങ്ങളുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് ക്വയറ്റായിട്ട് സൈലൻ്റായിട്ട് സംസാരിക്കാതിരിക്കുക. ഹെൽപ്പ് ഈച്ച് അതർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും സഹായിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഡൂസൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഡോൺട്സ് നോക്കാം, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഡോണ്ട് വേസ്റ്റ് ടൈം. സമയം പാഴാക്കരുത്. ഡോണ്ട് ഡു ഡേഞ്ചറസ് ആക്ടിവിറ്റീസ്. ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഡോണ്ട് ടീസ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്നും കളിയാക്കരുത്. കളിയാക്കുന്ന സമയത്ത് അവരും പ്രകോപിതരാവും, പിന്നെ അടിയൊക്കെ ആവും. അപ്പോൾ അതിനൊന്നും നിൽക്കരുത് കേട്ടോ. പിന്നെ എന്താണ്, ഡോണ്ട് ലീവ് യുവർ സീറ്റ് വിതൗട്ട് പെർമിഷൻ ഇല്ലാതെ, ടീച്ചറിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ സീറ്റ് മാറിയിരിക്കാനോ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുമോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഡോണ്ട് മേക്ക് നോയ്സ്. ശബ്ദമുണ്ടാക്കരുത്. ഡോണ്ട് ഡിസ്റ്റർബ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഡിസ്റ്റർബ് ചെയ്യരുത്. ഡോണ്ട് ത്രൂ വേസ്റ്റ് പേപ്പർ ഓൺ ദ ഫ്ലോർ. വേസ്റ്റ് പേപ്പറൊന്നും എന്ത് ചെയ്യരുത്, ഫ്ലോറിൽ കൊണ്ടിടരുത്. എവിടെയാണ് ഇടേണ്ടത്, ഡസ്റ്റ്ബിന്നിലാണല്ലേ. അപ്പം ഇത്രയൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ് ഉള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഓർമ്മയിലുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ആക്ടിവിറ്റി 9 നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. അപ്പോൾ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത വേർഡ്സൊക്കെ ഒന്ന് നമ്മൾ നോട്ട് ചെയ്യാം.
ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്കെൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. ഇതിൽ വിത്തിൻ്റെ അടിയിലായിട്ട് അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. ഐ വോണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കീസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. എവിടെയൊക്കെയാണ് അണ്ടർലൈൻ കൊടുത്തിട്ടുള്ളത്? വിത്ത്, ഓൺ, ടു, ഫ്രമിലൊക്കെയാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? അണ്ടർലൈൻ കൊടുത്തിട്ടുള്ളത് പ്രിപ്പോസിഷൻസിലൊക്കെ. പിക്കിംഗ് ഔട്ട് എ ഫ്യൂ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. അപ്പം നമ്മൾ സ്റ്റോറിയിൽ നിന്ന് എന്ത് ചെയ്യണം? ഇത്തരത്തിൽ വിത്ത്, ഓണും, ടൂവും, ഫ്രമ്മും ഒക്കെ വെച്ചിട്ടുള്ള സെൻറ്റൻസസ് കണ്ടെത്തി താഴെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് സ്വന്തം കണ്ടെത്തേണ്ടതാണ്. അപ്പം ഫസ്റ്റ് തന്നെ വിത്ത് വെച്ചിട്ടുള്ളത് ഞാൻ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. ഇനി എന്താണ് നെക്സ്റ്റ്? ഓൺ ആണ് അല്ലേ. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്. അപ്പോൾ നമുക്ക് ഓൺ വെച്ചിട്ടുള്ളതും കിട്ടി. പിന്നെ എന്താണ്? ടു ആണുള്ളത് അല്ലേ. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്. അപ്പം ടു വെച്ചിട്ടുള്ളതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. ഓക്കെ, അപ്പോൾ ഫ്രം ആണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടി. ഇത് തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് കണ്ടെത്തി സ്വയം എഴുതാട്ടോ. ആക്ടിവിറ്റി 10 നോക്കാം. ഹിയർ ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെസ്റ്റർ റക്കൂണും അവൻ്റെ ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ് വിത്ത് ടു, ഫ്രം, ഇൻ. അപ്പം മിസ്സിംഗ് വേർഡ്സ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കോൺവെർസേഷൻ നോക്കാം. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം. അപ്പം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നിൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ടീച്ചർ പറയാണ്. ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ എം ചെസ്റ്റർ റക്കൂൺ. അപ്പം ഞാനെന്താണ്? ചെസ്റ്റർ റക്കൂൺ ആണെന്ന് പറയാണ്. ടീച്ചർ, വേർ ആർ യു ഫ്രം. നീ എവിടെ നിന്നാണ് വരുന്നത്? ചെസ്റ്റർ, ഐ ആം ഡാഷ്. ഡാഷിൻ്റെ ഭാഗത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഐ എം ഫ്രം ദ ഫോറസ്റ്റ്. ഫ്രം ആണ് നമ്മളവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് എ നൈസ് പ്ലേസ്. അതൊരു നല്ല സ്ഥലമാണ്. ടീച്ചർ, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. അപ്പോൾ ഡാഷിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത്? വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്. നിങ്ങൾക്ക് ഫോറസ്റ്റിൽ എന്താണ് ചെയ്യാൻ താല്പര്യം, ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. എനിക്ക് എന്താണ് ഇഷ്ടം? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ മരത്തണലിൽ ഇരുന്ന് കളിക്കാനാണ് ഇഷ്ടം. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്. അതൊരു നല്ല കാര്യമാണല്ലോ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് ചോദിക്കുകയാണ് ടീച്ചർ. ചെസ്റ്റർ, ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. എന്താണ്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാണ് ഇഷ്ടം. അപ്പം നമ്മളവിടെ എന്താ ഫില്ല് ചെയ്യുക? ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ഓക്കെ, ദെൻ ടീച്ചർ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ഗ്രേറ്റ് ചെസ്റ്റർ. വെൻ വിൽ യു ഗോ ഡാഷ് യുവർ ഹൗസ്. അവിടെ എന്താ നമ്മൾ ഫില്ല് ചെയ്യുക? വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്. നീ എപ്പോഴാണ് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? ചെസ്റ്റർ, വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. 3 ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ടീച്ചർ, ഓക്കെ, താങ്ക്സ്, വി വിൽ മീറ്റ് അഗെയിൻ. അപ്പം ടീച്ചർ താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവർ പിരിയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ സിമ്പിളാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.